ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വളരെ കൃത്യമായ ഗെയിം പ്ലാനോട് കൂടിയാണ് അനീഷ് ബിഗ് ബോസിലേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാ എപ്പിസോഡിലും വളരെ വ്യക്തമാണ്. ഒരുപാട് പേര് രേണുസുതിയിൽ വളരെ പ്രതീക്ഷ അർപ്പിച്ചുവെങ്കിലും പ്രതീക്ഷിക്കാത്ത രേണുസുതി വരുന്നുണ്ടെന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ്. ഒട്ടും തൃപ്തിപ്പെടുത്താൻ രേണുസുതി കഴിയുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. രേണുസുതിക്ക് അവിടുത്തെ പല പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ സെൽഫായി രേണുസുതി ചില സ്ക്രീൻ സ്പേസ് ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഇമോഷണലി അത് എത്രമാത്രം അത് വിജയിക്കും എന്നുള്ളത് സംശയമുണ്ട്. രേണുസുതി ഇങ്ങനെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോയാൽ പിടിച്ചെടുക്കാൻ വലിയ പാടായിരിക്കും. പിന്നെ അയാൾ അനുമോളാണ്, അതിന് ഭയങ്കര വീക്കാണ്. അത്രയും ഒരു വീക്ക്നെസ് പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല. ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം. ും ഷാനവാസും ഒക്കെ നന്നായി കളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ഇവർ അനീഷിന്റെ ഗെയിം പ്ലാനിൽ വീണു പോവുകയാണ്. ലാലേട്ടന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ അദ്ദേഹം അത് വ്യക്തമായി ഗെയിമേഴ്സിന് മനസ്സിലാകാത്ത രീതിയിലുള്ള സൂചനകൾ കൊടുത്തുവെങ്കിലും പലപ്പോഴും പല ഗെയിമേഴ്സിനും അത് മനസ്സിലാകാതെ തന്നെയാണ് ഈ കഴിഞ്ഞ എപ്പിസോഡുകൾ മുന്നോട്ട് പോയത്. കഴിഞ്ഞ എപ്പിസോഡിലെ കിച്ചൺ ടൈമിൽ അനീസ് ട്രിഗർ ചെയ്തു വിട്ട ഒരു ഇഷ്യൂവിനെ ബാക്കിയുള്ളവരെല്ലാം കൂടെ പെരുപ്പിച്ച് വലിയ ഇഷ്യൂ ആക്കി മാറ്റി. അപ്പോഴും റേറ്റിംഗിൽ മുന്നോട്ട് പോകാൻ അനീഷിനെ അവർ സഹായിക്കുകയാണെന്ന് ഒരു ഗെയിമേഴ്സിന് മനസ്സിലാകുന്നില്ല. എനിവേ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാത്തിരുന്ന് കാണാം. അനീഷിന് വേണ്ട സ്ക്രീൻ സ്പേസ് അവർ തന്നെ കൊടുക്കുകയാണ്. 20 മത്സരാർത്ഥികളിൽ 19 പേരും അനീഷിനെ തന്നെ കല്ലെറിയുമ്പോൾ അവർ ചിന്തിക്കുന്നില്ല അവർ സ്വയം അനീഷിന് വേണ്ട സ്ക്രീൻ സ്പേസ് കൊടുത്ത് അനീഷിനെ ടോപ്പിലേക്ക് ഉയർത്തുകയാണെന്ന് അവർ ചിന്തിക്കുന്നില്ല. എല്ലാ പ്രേക്ഷകരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് വീക്കെൻഡ് എപ്പിസോഡിലാണ്. ബിക്കോസ് നമ്മുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടന്റെ എൻട്രിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ലാലേട്ടൻ എന്തൊക്കെ പോയിന്റ്സ് ആയിരിക്കും നോട്ട് ചെയ്ത് പറയുന്നത്, ആരെയൊക്കെ ആയിരിക്കും ലാലേട്ടൻ കുടയുന്നത് എന്നൊക്കെ നോക്കിയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. ഏതായാലും വരുന്ന എപ്പിസോഡിൽ ലാലേട്ടന്റെ ഭാഗത്തുനിന്നും നല്ല ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം.